അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ECGCയുടെ സംഘാടകരായ സഹപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹോദരിമാരെ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ തന്നെ എത്തിപ്പെട്ട് നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ നിലക്ക് ഞങ്ങൾ ECGCയുടെ ഈ കോഴ്സ് ഇവിടെ നടത്തുമ്പോൾ നേരത്തെ തന്നെ വരികയും നിങ്ങളെ കുടുംബങ്ങളുമായി പരിചയപ്പെടുകയും നിങ്ങളെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. എനിക്കത് സാധിച്ചിട്ടില്ല, ജുമായും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ഞാനെൻ്റെ വിഷയത്തിലേക്ക് നേർക്കുനേരെ അങ്ങോട്ട് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പരിചയപ്പെടാൻ അവസരം ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, കുറച്ചുകൂടി കുട്ടികൾ നമുക്കിവിടെ എത്തിപ്പെടേണ്ടതുമുണ്ട്. ECGCയുടെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ വളരെ കാലങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ രണ്ടാമത്തെ പ്രാവശ്യം ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞാലൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, അതുപോലെ ഉമ്മാരും വല്യന്മാരൊക്കെ ആയി മാറിയ ആളുകൾ ഇതിലുണ്ടാവുമെന്ന് തോന്നും. ഇതിലല്ല, കോഴ്സിലുണ്ടാകും. ഇരിക്കട്ടെ, നമ്മൾ ഇത്രയും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ നേരത്തെ എന്താണ് ഈ പ്രീമെറിറ്റൽ കോഴ്സ്, എന്തിനാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ കോഴ്സ് കോർഡിനേറ്റർ വിവരിച്ചു തന്നിട്ടുണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിശക്തമായ ഒരു ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിശക്തമായ ഒരു ഒഴുക്ക് ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കാണ്. ആർക്കും ശരിയും തെറ്റും മനസ്സിലാക്കാനോ മറ്റൊരാളുടെ പ്രയാസങ്ങളും അയാളെ സന്തോഷങ്ങളും മനസ്സിലാക്കാനോ ആർക്കും സമയമില്ല. ഞാൻ കയറിയതൊരു സൂപ്പർ ബസ്സിലാണ്. എനിക്ക് കിട്ടിയുള്ളൂ ബസ്. പെട്ടെന്ന് ഓടിക്കതിച്ച് കോഹിനൂർ നിർത്താത്തൊരു വണ്ടിയിലാണ് ഞാൻ കയറിയത്. യൂണിവേഴ്സിറ്റിയിലാണ് പോയി ഇറങ്ങിയത്. വളരെ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അടുത്ത സീറ്റിൻ്റെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് തല ചായ്ച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. അയാളുടെ ഭാവമൊക്കെ കണ്ടാൽ വളരെ ദൂരെ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ബസ്സാണ്. അതിരാവിലെ കയറിയിരുന്ന് ക്ഷീണിച്ച ഒരു യാത്രക്കാരനാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ ഒരു സീറ്റ് ഉണ്ടായപ്പോൾ കണ്ടക്ടർ എന്നോട് പറഞ്ഞു ഇരിക്കാൻ. ഞാൻ അവിടെ ഇരുന്നും ചെയ്തു. ഇരുന്നതിൻ്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം എന്നോട് വളരെ കോപത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന, തല ചായ്ച്ചുകൊണ്ടിരിക്കുന്ന സീറ്റിൽ വന്നിട്ട് നിങ്ങളെന്തേ കയറിയിരിക്കാൻ എന്നതാണ് ഭാവം. എനിക്കാണെങ്കിലോ അവകാശപ്പെട്ട ഒരു സീറ്റാണല്ലോ, ഞാൻ ഇരിക്കുകയും വേണം. ഞാൻ അയാൾക്ക് എഴുന്നേറ്റ് കൊടുക്കുന്നത് എനിക്ക് എൻ്റെ അവകാശം നഷ്ടപ്പെടുത്തുകയാണ്. അയാളാണെങ്കിലോ എൻ്റെ സീറ്റിലേക്ക് തല ചായ്ച്ച് കയ്യും കുത്തി ഉറങ്ങുകയാണ്, അയാളെ സീറ്റിൽ ഇരുന്നു കൊണ്ട്. ഇവിടെ ഒരു വൈരുദ്ധ്യം അല്ല, ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ അവകാശം അയാൾ അനുഭവിച്ച് വന്നിരുന്ന അയാളുടെ ഒരു ആനുകൂല്യവും എൻ്റെ സീറ്റ് എന്ന അവകാശവും തമ്മിൽ ഏറ്റുമുട്ടാണ്. ഈ ഏറ്റുമുട്ടലാണ് നമ്മൾ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത്. ഈ ഏറ്റുമുട്ടലിനെ നമ്മൾ മാൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് പറയുക, സമായോജനം.
ഒന്ന് സമയോജനം നടത്തി അയാൾക്കും ശല്യം വേണ്ട, എന്നാൽ എനിക്ക് ഇരിക്കുകയും വേണം എന്നൊരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചത്. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ റെസ്പോണ്ട് ചെയ്യുമോ എന്ന് എനിക്കൊരു പേടി. അപ്പം ഞാൻ സീറ്റിൻ്റെ ഒരു അറ്റത്തേക്ക് കാര്യമായി അങ്ങോട്ട് എൻ്റെ ചന്തി ഒരറ്റത്ത് മാത്രം വെച്ച് അവിടെ ഇരുന്നു, ഒരു വിഷമിച്ചിരുന്നു. അപ്പോൾ അയാൾ സുഖമായിട്ട് എൻ്റെ പിന്നാമ്പുറത്തു കൂടി സുഖമായി കൂർക്കം വലിച്ച് അവിടെ കിടക്കുകയും ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾ പറയുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം അങ്ങനെയായിരുന്നു. ഞാൻ പറയുന്നത്, കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ജീവിതത്തിൽ ചെയ്യാതിരുന്നാൽ നമുക്ക് തന്നെ ജീവിതം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയോ ചെയ്യും. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉള്ളൊരു പരിശീലനം നൽകലാണ് നമ്മുടെ ഈ പ്രീ മെരിറ്റൽ കൗൺസിൽ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. വിവാഹം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ളൊരു പ്രതീക്ഷ, എന്തെല്ലാമോ പ്രതീക്ഷ ഉണ്ടാവണം. ഏതായിരുന്നാലും ഒരു വിവാഹിതകളായിട്ടല്ലാതെ ജീവിക്കൂലല്ലോ, ഉറപ്പാണല്ലോ. അങ്ങനെയാണ് പടച്ചോൻ നമ്മളുടെ ഒമിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. അതായത് നമ്മളെ ഒരു ഇണകളായിട്ട് നിയന്ത്രണമുള്ള, പരസ്പരം എൻ്റേത് എന്ന് പറയാവുന്ന ഒരു ഇണകളായിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ. നമുക്കതല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാലൊരു വിവാഹിത അല്ലാതെ ഒരാൾക്ക് ജീവിക്കലില്ല എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഒരു അബ്നോർമലാണ്. നോർമലായിട്ട് നമുക്കൊരു കുടുംബജീവിതം ആവശ്യമാണ്. ആ കുടുംബജീവിതം തന്നെ ഖുർആന് അത് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്, പടച്ചോൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് വിവാഹിതയായി ജീവിക്കുക എന്ന് പറയുന്നത്. കാരണം ഈ ലോകം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഒരു വിവാഹം, എന്നിട്ടൊരു ഉപ്പ, ഉമ്മ, മകൻ, എൻ്റെ പേരക്കുട്ടികൾ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ അത്രയധികം നമ്മൾ അലട്ടൂല. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളും എൻ്റെ പേരക്കുട്ടികളുടെയും ജീവിതം വളരെ പ്രശ്നമാണ്. കാരണം എൻ്റെ മകൻ വിഷമിക്കോ, എൻ്റെ പേരക്കുട്ടികൾ എന്തെങ്കിലും പ്രശ്നത്തിലാവോ, അവർക്ക് ഇനി ഭാവിയിൽ വീടുണ്ടാവില്ലേ, അവർക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ തൊഴിൽ കിട്ടൂലേ, വിദ്യാഭ്യാസം കിട്ടൂലേ, അതുവരെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ പേരക്കുട്ടികളുടെ മക്കളെ പറ്റി ചിന്തിക്കാൻ എനിക്ക് ആയിട്ടില്ല. അവർക്ക് മക്കളുണ്ടാവുന്നത് ഒരു പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു ഒരു വിഷമം തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ചെറിയ പേരക്കുട്ടികളെ പറ്റി എനിക്ക് നല്ല വിഷമമാണ്. കാരണം അവരൊക്കെ വലുതാവുമ്പോൾ എന്താവും പഠിച്ചോലെ. അതുപോലെ എൻ്റെ ഉപ്പാപ്പാനെ പറ്റി എനിക്ക് ഭയങ്കര പ്രയാസം. ഉപ്പാപ്പാൻ്റെ രോഗം, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ. ഉപ്പാപ്പാൻ്റെ ഉപ്പുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് അയാളെ പറ്റി ഒരു വിഷമവുമില്ല. അദ്ദേഹം ഒരുപാട് രോഗിയായി കിടന്നു. അദ്ദേഹം ഒരുപാട് പ്രയാസത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നന്മയും തിന്മയും ഞാൻ കേട്ടിട്ടുണ്ട്. നടന്ന് ഹജ്ജിന് പോയി 8 മാസം കൊണ്ട് വന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് കാലത്ത്, നടന്ന് ഹജ്ജിന് പോയത്. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു വികാരം തോന്നിയിട്ടില്ല. കാരണം ഉപ്പാപ്പായുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ ഏതൊരു മനുഷ്യനും അവൻ്റെ തൊട്ട് മുമ്പിലുള്ള കുറച്ച് തലമുറ, 1-2 തലമുറ, അവൻ്റെ തൊട്ട് ശേഷമുള്ള 2 തലമുറ, ഈ തലമുറക്ക് ആ തലമുറയിൽ നിന്ന് ഉൾക്കൊള്ളുകയും ഈ തലമുറക്ക് കൈമാറുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ചെയിനാണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങളൊപ്പയും ഉമ്മയും വല്യമ്മ അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു ഉമ്മ, വല്യമ്മ, അതിൻ്റെ വല്യമ്മാനെ പറ്റിയൊന്നും നിങ്ങൾക്ക് അത്ര ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ സുഖവും സന്തോഷവും അങ്ങനെ പരിചയപ്പെട്ട ചിലപ്പോൾ ഉണ്ടാവും. ചില കുട്ടികൾക്കൊക്കെ വല്യമ്മാൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിക്കൂടായില്ല. എന്നാലും അങ്ങനെയുള്ളൂ. അതിൻ്റെ അപ്പുറമുള്ള വല്യമ്മമാരും നമ്മളെ വലിയ പിതാമഹൻ, അവരെ പറ്റിയൊന്നും അവർക്ക് രോഗം ഉണ്ടായതോ ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടാൽ തന്നെ നമുക്കൊരു വേദന തോന്നുന്നില്ല. പക്ഷെ അവളെ ഉമ്മാക്ക് സൂക്കടായത്, വല്യമ്മക്ക് സൂക്കടായതൊക്കെ നമ്മൾക്ക് ഇപ്പോഴും ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഫീലിംഗ്. അതുപോലെ നമ്മളെ മക്കളും, ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാവും, അവർ നിങ്ങളെപ്പറ്റി നിങ്ങളെ ഉപ്പാർക്കുള്ള ഫീലിംഗ്, നിങ്ങളുടെ മക്കളുണ്ടാകുമ്പോൾ പേരക്കുട്ടികളെ പറ്റി ഉപ്പാൾക്കുള്ള ഫീലിംഗ്, നിങ്ങൾക്ക് നിങ്ങളെ മക്കളെയും പേരക്കുട്ടികളെയും. അപ്പോൾ ഓരോ വ്യക്തിയെയും അങ്ങനെ മുന്നിലും പിന്നിലും കൊളുത്തി, അതിലേക്കും കൊളുത്തി ഇങ്ങോട്ടും കൊളുത്തിയിട്ട് ഒരു ചെയിനായിട്ട് മനുഷ്യനിങ്ങനെ അല്ലാഹു തആല മനുഷ്യ സമൂഹത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേദനയും സങ്കടമൊന്നും പിന്നെ നമ്മളെ പശുക്കൾക്കും കോഴികൾക്കൊന്നും ഇല്ലല്ലോ.
നമ്മൾ കൂട്ടുന്ന ഒരു കോഴിനെ വിളിച്ചിറക്കുമ്പോൾ തള്ളക്കോഴിക്ക് ഒന്നുമില്ല, അതിനെ ആട്ടി പിടിക്കുമ്പോൾ ഒരു കൊക്കോ എന്ന് പറയുന്നല്ലാതെ ഒന്നുമില്ല. അതുപോലെ ഉദോയത്തിറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തൊഴുത്തുന്ന ഒരു മോരിക്കുട്ടിനെ, ഒരു പോത്തുംകുട്ടീനെ കൊണ്ടുപോകുമ്പോൾ തള്ളപ്പോത്തിന് ഒന്നുമില്ല, അതിങ്ങനെ നോക്കി നിൽക്കുന്നല്ലാതെ ഒരു വിഷമവുമില്ല. അപ്പോൾ ഒരു സ്നേഹം, ദയ, കാരുണ്യം എന്ന ഒരു അദൃശ്യമായ കൊളുത്തുകൊണ്ട് അല്ലെങ്കിൽ വിളക്ക് പൊടി കൊണ്ട് വിളക്കി ചേർത്തിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിതം. മറ്റൊരു അർത്ഥത്തിൽ ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹു മനുഷ്യനെ ഖലീഫയായിട്ടാണ് സൃഷ്ടിച്ചത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നതാണ്. അതായത് മനുഷ്യൻ ഇങ്ങനെ പിൻഗാമിയായി വരുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യനെ പടച്ചോൻ സൃഷ്ടിച്ചത്. നമ്മളൊക്കെ അങ്ങനെയാണ്, ഒരു പിൻഗാമി. അപ്പോൾ നിങ്ങൾ കോഴിയും കുട്ടികളും പൂച്ചയും കുട്ടികളും തൊഴുത്തൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, ആടും പശുവൊക്കെ. ഒരു തള്ളയാടിന് സൂക്കടായിട്ടുണ്ടെങ്കിൽ ആടുകുട്ടിക്ക് അങ്ങനെ ഒരു ഇതുമില്ല. പക്ഷേ നമ്മളെ ഉമ്മാക്ക് സൂക്കടായ നമ്മൾ ഉറങ്ങുന്നില്ല, അന്ന് നമ്മളെ വീട്ടുകാർ നല്ല ഭക്ഷണം കഴിക്കുന്നില്ല, അന്ന് മാംസം വേണ്ട, അന്ന് മത്സ്യം വേണ്ട, അന്ന് പപ്പടം പൊരിക്കണ്ട, അന്നൊരു ചോറും ചാറും മതി, ഉമ്മാക്ക് വയ്യ, നമ്മൾ അപ്പടിയാണ്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ എന്തോ ഒരു ബന്ധം. അതാണ് ഒമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഇനി അത് വിവാഹത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി നോക്കാം. അപ്പം ഉമ്മാക്ക് വേദന, നമുക്ക് വിഷമമുണ്ടായ പ്രയാസം ഉണ്ടായാൽ നമുക്ക് വല്ലാത്ത വേദന തോന്നുന്നു, നമ്മളെ മക്കൾക്ക് ഉണ്ടായ നമുക്ക് വേദന തോന്നുന്നു അല്ലേ? നേരെ മറിച്ച് ആ റോട്ടിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ നമ്മൾ ചങ്ങാതിച്ചികളാണ്, അല്ലെങ്കിൽ ഒരാണ് നിൽക്കുന്നുണ്ട്, അയാൾക്കുണ്ടായ നമ്മളെ സ്നേഹിതനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഒരു അന്യ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നമുക്കൊരു വിഷമവും ഇല്ലല്ലോ. ആശുപത്രിൻ്റെ വാതിൽക്കൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ, ആശുപത്രിയിൽ കൂടി പോകുമ്പോൾ ഓരോ വാതിലിൻ്റെ ഉള്ളിലും ഒരുപാട് രോഗികളുണ്ട്. നമ്മളൊന്ന് നോക്കും, ചിലപ്പോൾ ഒരു മുറിവൊക്കെ കാണുമ്പോൾ വിഷമം ഉണ്ടാവുന്നല്ലാതെ നമ്മളെ ഉറക്കം കെടുത്താനോ നമ്മുടെ സന്തോഷം കെടുത്താനോ അത് കാരണമാവുന്നില്ല. കാരണം അവർ അന്യരാണ്. ഒരു ചങ്ങാതി അവിടെ അങ്ങനെ കിടന്ന് കരയുന്നുണ്ട് എന്നാണ് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഏതൊരു പെണ്ണ് ഭയങ്കരമായിട്ട് അട്ടഹാസിക്കുന്നുണ്ട് എന്നാണ് പറയാം, നമുക്കൊരു വേദനയും തോന്നാറില്ല. പക്ഷെ ആ ചങ്ങാതി പിന്നെ നമ്മളെ ഭർത്താവാകുമ്പോഴോ, ആ കരഞ്ഞിരുന്ന ചങ്ങാതി, ഏതൊരു ചങ്ങാതി അവിടെ കിടന്ന് ചെറുപ്പക്കാരൻ കരയുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളാണ് പോയി. ആ ചെറുപ്പക്കാരൻ പിന്നീട് നമ്മളെ ഭർത്താവായി വരുമ്പോൾ എങ്ങനെയാണ് ആ കൊളുത്തുണ്ടായത്? ആ ചങ്ങാതി, അയാളുടെ കരച്ചിൽ നമ്മുടെ കരച്ചിലായി മാറുന്നു, അയാളുടെ സങ്കടം നമ്മളെ സങ്കടമായി മാറുന്നു. അപ്പോൾ പടച്ചോൻ നമുക്ക് ഒരു അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, നിങ്ങളെ ഇണകളാക്കി. അല്ലെങ്കിൽ ഒരു പെണ്ണ്, ഏതോ ഒരു കുട്ടി ഇല്ലേ, പത്രത്തിലെന്നും നമ്മൾ കാണുന്നു ഒരു കുട്ടിയെ, 8 വയസ്സായ ഒരു കുട്ടിയെ ഞാൻ പേൻ നോക്കിത്തരാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി അവളെ പീഡിപ്പിച്ച് നശിപ്പിച്ചു, കൊന്നു എന്നൊക്കെ പത്രത്തിൽ വായിച്ചു. ഒരു സംഭവം എന്നുള്ളതിൽ കവിഞ്ഞൊന്നും നമുക്ക് തോന്നിയില്ല. പക്ഷെ അത് നമ്മളെ ഭാര്യയാണെങ്കിലോ, നമ്മളെ മക്കളാണെങ്കിലോ, ഈ ഭാര്യ ആ 8 വയസ്സുള്ള കുട്ടിയെ പറ്റി നമുക്കൊരു സങ്കടം തോന്നിയില്ല. പക്ഷെ 8 വയസ്സുള്ള കുട്ടി ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ പെൺകുട്ടി ഒരു ഭാര്യയായിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് മാറുമ്പോഴോ എന്തോ അത് എൻ്റേതാണ്, ആ സങ്കടം എൻ്റേതായി മാറുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയെ കല്യാണം കഴിച്ച ഭർത്താവിൻ്റേതായി മാറുന്നു. അപ്പം പടച്ചവൻ മനുഷ്യന് ഈ ഒരു ബന്ധം ഉണ്ടാക്കുന്നത് വിവാഹത്തിൽ കൂടിയാണ്. ഏത്? ഭൂമി നിലനിൽക്കാൻ ആവശ്യമായ മനുഷ്യ തലമുറ, നാഗരികത, മനുഷ്യൻ ഖലഖ ലക്കും മാഫിൽ അർളി ജമിയ, നമുക്ക് വേണ്ടിയാണ് അള്ളാഹ് ഈ ഭൂമിയിലൊക്കെ സൃഷ്ടിച്ചത്. നമുക്ക് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വേണ്ടി. ഈ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു അദൃശ്യമായ ഒരു ബന്ധം, ഒരു കയറ് കൊണ്ട് നമ്മളെ പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ്. അതാണ് കെട്ടുക എന്ന് പറയുന്നത്. ഒരു പെണ്ണ് കെട്ടുക എന്നാണ് അല്ലേ? പെണ്ണ് കെട്ടുക എന്നാണ് നമ്മൾ പറയുന്നത്. പെണ്ണിനെ കെട്ടി എന്ന് പറയുമ്പോൾ ഒരു ബന്ധമുണ്ട്, ഒരു അദൃശ്യമായ ബന്ധമാണ്. ആ ബന്ധം കൊണ്ട് മനസ്സിനെ അങ്ങോട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞതോടുകൂടി അന്യ പെണ്ണ് തൻ്റേതായി. അതൊരു നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ലൈംഗിക ബന്ധമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് തെറ്റായ മാർഗത്തിൽ കൂടി ലൈംഗിക പ്രവൃത്തി നടത്തുന്ന ഒരു പെണ്ണിൻ്റെ വേദനയിൽ ഇവളെ ഉപയോഗിക്കുന്ന ഈ ആണിന് ഒരു പ്രയാസം ഉണ്ടാവില്ലോ? ഇല്ല, ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്.
അതുപോലെ തെറ്റായ മാർഗത്തിൽ കൂടി ഒരു പുരുഷനുമായി ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആ പുരുഷൻ്റെ നാശത്തിൽ ഇവനൊന്നുമില്ല. അപ്പോൾ എന്താ പിന്നെ ആ ഒരു ബന്ധം? രണ്ടും ഫിസിക്കലായിട്ട് ഒന്ന് തന്നെയാണല്ലോ. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ആ ശാരീരിക ബന്ധവും ഒരു വ്യഭിചാരത്തിലുള്ള ശാരീരിക ബന്ധവും ഫിസിക്കലായിട്ട് ഒന്ന് തന്നെയാണ്. അതിൻ്റെ ശാരീരികമായ എല്ലാ കാര്യങ്ങളിലും ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു തെറ്റായ മാർഗത്തിൽ കൂടിയാവുമ്പോൾ നമുക്ക് ഈ മവദ്ദത്ത്, വജാല ബൈനക്കും മവദ്ദത്തം വറഹ്മ, നിങ്ങളുടെ ഇണതുണകൾക്കിടയിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ പടച്ചവനൊരു മവദ്ദത്ത് ഉണ്ടാക്കിയത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, ഒരു സ്നേഹം, എന്തെന്നില്ലാത്ത ഒരു സ്നേഹം. അയാളുടെ വേദന നമ്മുടെ വേദനയായി മാറുന്ന, അല്ലെങ്കിൽ അവളുടെ സന്തോഷം എൻ്റെ കൂടി സന്തോഷമായി മാറുന്ന ഒരു മവദ്ദത്ത് ഉണ്ടാക്കി തീർത്തു. നിങ്ങൾ ആ മവദ്ദത്ത് ഒരു ശരീരത്തിൻ്റെ വടിവും ശക്തിയും സൗന്ദര്യവും നിലനിൽക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാം. നബിയുടെ ആദ്യത്തെ ഭാര്യ അറിയല്ലോ, ആരാ? ഖദീജ റളിയല്ലാഹു അൻഹക്കും നബിക്കും തമ്മിലുള്ള വയസ്സ് വ്യത്യാസം അറിയാലോ. എത്രയാ അറിയാം? 15 വയസ്സ് വ്യത്യാസം. നബി 25 വയസ്സായിരുന്നു, ഖദീജ റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സായി കല്യാണം കഴിച്ചു. അതിലൊന്നുമില്ല. അത് നമുക്കങ്ങനെ തോന്നാം. ഒരു ചെറുപ്പക്കാരനെ എങ്ങനെ ഇപ്പോൾ ഓൻ്റെ വയസ്സ് വെക്കണം, ജനനത്തീയതിയൊക്കെ ഉണ്ട് ഒത്തിട്ട് ഇങ്ങനെ ശരിയായിട്ട്, പിന്നെ അവസാനം ഒരു സ്കെയിലേറ്റ് കൊണ്ടുപോയി അതിൻ്റെ വലിപ്പം 2 സെൻറ്റിമീറ്റർ ഏറെയാണ്, അത് പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതൊരു ഒരു യന്ത്രത്തിൻ്റെ ഉള്ളിലൊരു സാധനം കൊണ്ടുപോയി വെക്കേണ്ട മാതിരിയാണ്. ആ സ്കെയിലൊക്കെ വെച്ചിട്ടാണ് ആളുകൾ അങ്ങോട്ട് കൊണ്ടൊക്കെ ചെയ്യുക. അതൊന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ട വിഷയം. പറയുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ പിന്നീട് നബിക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക അനുമതി പ്രകാരം 4 ഒരു മുസ്ലിമിന് അനുഭവിച്ചിട്ടുള്ളെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക സാഹചര്യത്തിൽ 9 ഭാര്യമാർ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ജസ്റ്റിഫൈ ചെയ്യുന്ന ചില കാരണങ്ങളുണ്ട്. പല ഭാര്യമാരും നബി ഒരു ഭാര്യയാവാൻ വേണ്ടി കല്യാണം കഴിച്ചതല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ഒരു പെണ്ണ് ആരുമില്ല, നബി കല്യാണം കഴിക്കാതിരുന്നാൽ ആ പെണ്ണ് കാഫറായി പോകുമെന്ന് കണ്ടപ്പോൾ നബി കല്യാണം കഴിച്ചു. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിലും ഒക്കെ നബിക്ക് മാത്രമുള്ള അനുമതിയായിരുന്നു 4 ഭാര്യമാരെന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഈ ഭാര്യമാരിൽ വളരെ പ്രതാപമുള്ള പെണ്ണുങ്ങളുണ്ടായിരുന്നു. സഫിയ റളിയല്ലാഹു അൻഹ പോലുള്ള ആളുകളൊക്കെ വലിയ രാജാക്കന്മാരുടെ മക്കളാണ്. തറവാടികളായ ബനൂ ഖുറൈള ഗോത്രത്തിലെ മദീനയിലെ വളരെ ഉന്നത രാജകുടുംബത്തിലുള്ള പെണ്ണുങ്ങളായിരുന്നു. അതുപോലെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് പിന്നെ വളരെ ഉന്നതമായ അബൂ സുഫിയാൻ്റെ ഭാര്യയാണ്. മക്കത്തെ ഏറ്റവും വലിയ പ്രമാണിയായി. സൗന്ദര്യമുള്ളവരുമായിരുന്നു. എല്ലാ അർത്ഥത്തിലും സൗന്ദര്യവും പ്രമാണിത്വവും പാരമ്പര്യമൊക്കെ ഉള്ള പെണ്ണുങ്ങളായിരുന്നു. പക്ഷെ ആ പെണ്ണുങ്ങളോടുള്ളതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് ഖദീജ റളിയല്ലാഹു അൻഹയോടുണ്ടായിരുന്നു. ഏതുവരെയെന്ന് ചോദിച്ചാൽ, ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച് കുറേ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം നബിയുടെ വീട്ടിൽ ആരെങ്കിലും വല്ല ഒട്ടകത്തിൻ്റെ മാംസമോ ആടിൻ്റെ മാംസമോ അല്ലെങ്കിൽ വല്ല അലീസയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു റൊട്ടി, നല്ല വിശിഷ്ട ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവന്നാൽ നബി ഭാര്യമാരോട് പറയും, നിങ്ങളെല്ലാം കൂടി തിന്നല്ലിട്ടോ, കുറച്ച് കണ്ടെത്തി എല്ലാം കൂടി നിങ്ങളാണ് തിന്നല്ലേ, കുറച്ച് കൊണ്ട് എടുത്ത് വെച്ചിട്ട് അതെന്തിനാണ് എടുത്ത് വെക്കുന്നത്? അത് നമ്മളെ ഖദീജൻ്റെ ചങ്ങാതിച്ചിമാരുണ്ട്, ഓൽക്ക് കൊടുക്കണം. ഖദീജയുടെ കൂട്ടുകാരായി ഖദീജ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ഖദീജയുടെ ചങ്ങാതിച്ചിമാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാത്തൊരു വികാരത്തോടു കൂടി പറയുന്നുണ്ട്, ആ പല്ല് തൊണ്ണായി പോയ ആ പെണ്ണിനെ ഇപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന്. കാരണം ഖദീജൻ്റെ ചങ്ങാതിച്ചികൾക്ക് ഉള്ള ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് കൊണ്ടേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നബിക്ക് ആ സ്നേഹം വിട്ടിട്ടില്ല. ആരോട്? ഖദീജ ബീവിയോടല്ല. ഖദീജ ബീവി മരിച്ചിട്ട് ആ ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികളോട് പോലും ആ സ്നേഹബന്ധം പുലർത്തിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്ന തുച്ഛം ഭക്ഷണത്തിൽ ഒരു വിശിഷ്ട പൂജയാണെങ്കിൽ ഓൽക്കും കുറച്ച് കൊണ്ടേ കൊടുത്തിരുന്നത്. ആ സ്നേഹത്തിൻ്റെ ഒരു വലിപ്പം കണ്ടങ്ങൾ, ആ മവദ്ദത്ത്.
അപ്പോൾ ആ ഒരു പെണ്ണിൽ മാത്രം നിലനിൽക്കാത്ത, സ്വന്തം ഭാര്യയിൽ മാത്രം നിലനിൽക്കാത്ത ഒരു വല്ലാത്ത മവദ്ദത്ത്, ഒരു വല്ലാത്തൊരു സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പെണ്ണ് മരിച്ചതിൻ്റെ ശേഷവും പെണ്ണിൻ്റെ കൂട്ടുകാരികളോട് പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ വിവാഹത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധം ശാരീരികമോ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ലൈംഗികമായ സംതൃപ്തിയുടെ അടിസ്ഥാനത്തിലോ അല്ല. അതൊന്നുമില്ലല്ലോ. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് ബന്ധമില്ല, ആ നിലക്കൊരു ബന്ധം പരസ്പരം കാണിക്കാറില്ല. അപ്പോൾ പിന്നെ എന്തോ പടച്ചോൻ നമ്മളുടെ മനസ്സിൽ എൻ്റെ ഭാര്യ അത് എൻ്റെതാണ് എന്ന അത് ഒരു എത്ര വയസ്സായാലും എത്ര വയോവൃദ്ധരായി ചൊക്കിച്ചൊളിഞ്ഞ് ഒട്ടിയ ആളുകളാണെങ്കിലും ആ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂറത്തുൽ മുജാദില എന്ന് പറഞ്ഞൊരു സൂറത്തിൽ കാണാം, വളരെ വയോവൃദ്ധകളായ ഹൗല എന്ന ഒരു സ്ത്രീ സഹാബ വനിതയും റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സഫ്വാൻ എന്ന് പറയുന്ന പിന്നെ സാമിത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പുരുഷനും തമ്മിലുള്ള ആ ഒരു വയോവാർദ്ധക്യകാലത്തുള്ള അവരുടെ ചില ബന്ധങ്ങളും വേർപിരിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഹദീസിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം അങ്ങനെ ഒരു കുടുംബബന്ധം, ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു വാക്കല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മകളെ സ്വീകരിച്ചു, എൻ്റെ മകളെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നു, ഞാൻ സ്വീകരിച്ചു, അതേ വിവാഹത്തിലുള്ളൂ. നിങ്ങളൊക്കെ മനസ്സിലായിക്കൊള്ളി, അത്രേ അവിടെ സംഭവിക്കണുള്ളൂ. നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളെ കല്യാണത്തിന് നിങ്ങൾ ചിലപ്പോൾ നിക്കാഹിൻ്റെ സദസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല, കേൾക്കൂല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ നടക്കുന്നതാണ്. എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തന്നു എന്ന് നിങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ രക്ഷിതാവ് പറയുന്നു. നിങ്ങളെ ഭർത്താക്കളാകാൻ പോകുന്ന ആളുകൾ പറയുന്നു, ഞാനത് സ്വീകരിച്ചു. രണ്ട് ആളെങ്കിലും സാക്ഷികളായിട്ട് അത് കേൾക്കും വേണം. ഒരു വാക്കിൻ്റെ ബന്ധമാണ്. ആ വാക്കിൻ്റെ ബന്ധത്തോടു കൂടി നിങ്ങളുടെ മനസ്സിൽ ഒരു നിറവ് വന്നു, അയാൾ എന്നോട് മിണ്ടിയിട്ടില്ല ഇതുവരെ, പക്ഷേ നാളെ വരും, എന്നെ കാണും, എൻ്റേതാണ്. നിങ്ങളെ അയാൾ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ പോലും, നിങ്ങളയാൾ തൊട്ടിട്ടില്ലെങ്കിൽ പോലും ആ മനുഷ്യനുമായി നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുമായി ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്തോ അള്ളാഹു ഇട്ട് തരുന്നു. അത് മവദ്ദത്തും റഹ്മത്തുമാണ് എന്നാണ്, സ്നേഹവും അതുപോലെ കാരുണ്യവും. ഇതാണ് വിവാഹത്തിൻ്റെ. അപ്പോൾ ആ ഒരു സ്നേഹം കാരുണ്യം ഇട്ട് തന്നിട്ട് അല്ലാഹു തആല അറിയാതെ എന്തോ ഒരു ബന്ധത്തിൻ്റെ കാരണമാകുന്ന ഒരു എന്തോ ഒന്ന് നമ്മുടെ മനസ്സിൽ നൽകി, ഒരു വികാരം നൽകിയിട്ട് മനുഷ്യനെ കണ്ട് ഒന്നിപ്പിക്കുകയാണ്. എന്നിട്ടാ പറഞ്ഞത് എന്താ? അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. അയ്യുമംറഅത്തിൻ മാതത്, ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചാൽ, വസൗജുഹാ അൻഹാ റാളിൻ, ഭർത്താവിന് അവളോട് ഇഷ്ടമുള്ള ഒരവസരത്തിൽ, അതായത് ഭർത്താവ് സ്നേഹിക്കുന്ന ഒരു പെണ്ണ് മരിച്ചു പോയാൽ, ദഖലത്തിൽ ജന്ന, ഭർത്താവ് സ്നേഹിക്കുന്നു എന്നതിനാൽ അവൾ സ്വർഗത്തിൽ കടക്കും. അപ്പം നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ മാത്രം ഭർത്താവിൻ്റെ സ്നേഹം, നമുക്ക് ആ സ്നേഹബന്ധം നമുക്ക് കിട്ടണം. ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്നത്. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഭർത്താവിന് നമ്മൾ അങ്ങോട്ടും സ്നേഹം കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു കൊടുത്തും വാങ്ങിയുമുള്ള ഒരു ബന്ധം, ഒരു റിള, മവദ്ദത്ത്, റഹ്മത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു ബന്ധം മനസ്സിന് അല്ലാഹു ഉണ്ടാക്കി തരുന്നത് കൊണ്ടാണ് ഈ നാഗരികതയും ഈ ഭൂമിയും ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒമിൻ ആയാത്തിഹി, സൂറത്ത് റൂമിലുള്ള ഒരായത്താണ്. ഒമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളുണ്ടാക്കി. നമ്മുടെ ഭർത്താവാകാൻ പോകുന്ന ഒരാൾ നമുക്കറിഞ്ഞുകൂടാ, കേരളത്തിലാണോ വിദേശത്താണോ നമ്മുടെ നാട്ടിൽ തന്നെയാണോ 10 മൈൽ അകലെയാണോ അതല്ല 1 കിലോമീറ്റർ അകലെയാണോ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ വിവാഹം ചെയ്തത് എൻ്റെ വീടിൻ്റെ 10 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിൽ നിന്നാണ്. എനിക്കറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെയാണ് പടച്ചോൻ വിരിച്ചത്. ഒരുപാട് കല്ലെറിയുകയും ഒരുപാട് അടി കൂടുകയും ഒക്കെ ചെയ്ത ഒരു കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചത്. പടച്ചോൻ്റെ ഒരു കൽപ്പന അതായിരുന്നു.
അതാ അതല്ല, അത് വളരെ വളരെ അകലയിൽ നിന്ന് വിവാഹം ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരെ നമുക്കറിയാം. വളരെ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടിയെ, എൻ്റെ ഒരു അയൽവക്കത്തുള്ള ഒരു പെൺകുട്ടിയെ വെല്ലൂരിലേക്കാണ് കല്യാണം കഴിച്ചത്. അടുത്ത വീട്ടിൽ നിന്നൊക്കെ കല്യാണം, പക്ഷേ അവിടെ എത്തിപ്പെട്ടപ്പോൾ അത് പഠിച്ചോന് നമ്മൾ വിട്ടുകൊടുക്കുക എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം ലിതസ്കുനു എന്തിനാ, അവളിലേക്ക് നിങ്ങൾ ശാന്തമായി ഒതുങ്ങാൻ വേണ്ടി. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ആൺ ശാന്തമായി വരുന്നു. എങ്ങനെ വരുന്നു? അതൊരു വെറും ഒരു ശാരീരിക വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇക്കിളിപ്പെടുത്തുന്ന വികാരമല്ല, അതിലെന്തോ ഒക്കെയുണ്ട്. പരലോകത്ത് വരെ, സ്വർഗത്തിൽ വരെ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. അത് ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ ശാന്തമായി ഒതുങ്ങാൻ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ശാന്തി. വിവാഹം ചെയ്യുന്നതോടുകൂടി മനുഷ്യനൊരു ശാന്തി, ഒരു സമാധാനം. അത് ആണിനായിരുന്നാലും പെണ്ണിനായിരുന്നാലും എനിക്ക് നീ അങ്ങനെ പറഞ്ഞുകൂടാ, ചെയ്തുകൂടാ, എൻ്റെ ഭർത്താവിനോട് ചോദിക്കണം, എനിക്ക് അങ്ങനെ കണ്ടുകൂടാ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയിക്കൂടാ, എൻ്റെ ഭാര്യ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്, അതുപോലെ അവളോട് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കും. അതാണ് ഒരു ശാന്തി എന്ന് പറയുന്നത്. ആ ഒരു ശാന്തി ജീവിതം നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ, വിവാഹത്തെ നമ്മളൊരു പടച്ചവൻ്റെ മാർഗത്തിലുള്ള ഒരു ബന്ധമായി കാണാൻ നിങ്ങൾക്ക് കഴിയണം. ഞാനിത് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു ഇണയെയൊക്കെ കാണുന്നത് എങ്ങനെ ചോദിച്ചാൽ, സീരിയലിൽ നിന്ന്, CD യിൽ നിന്ന്, അല്ലെങ്കിൽ ചിത്രങ്ങളിൽ നിന്ന്, സിനിമകളിൽ നിന്ന്, അല്ലെങ്കിൽ നോവലുകളിൽ നിന്ന്, പൈങ്കിളിക്കഥകളിൽ നിന്നാണ്. നിങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്, ഇന്നത്തെ കുട്ടികൾ ഒരു വിവാഹത്തെ കാണുന്നത് അതാണ്. ഒരു വിവാഹത്തെ കാണുന്നത് അങ്ങനെയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് വിവാഹം ചെയ്തു വരുന്നത്. നേരെ മറിച്ച് അതല്ല, ഒരു പടച്ചവനിൽ നിന്ന് വിവാഹത്തെ കാണാൻ നമുക്ക് കഴിയണം. എനിക്ക് വിവാഹം എന്ത് എന്ന് പറയുന്നത്, ഞാൻ വിവാഹം എന്തിന് എന്താന്ന് ചോദിച്ചാൽ ഇതാണ്. ഈ ഭൂമി ഭൂമിയും ലോകവും പടച്ചവൻ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അള്ളാഹു തആല നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകമൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും, നമ്മളെ അള്ളാഹു തആല ബന്ധിപ്പിക്കുന്നത് വിവാഹത്തിൽ കൂടിയാണ്. അപ്പോൾ വൈവാഹിക ജീവിതമാണ് ഈ ലോകത്തെ നിലനിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകം. ഒരു വൈവാഹിക ജീവിതത്തിൽ കൂടി ഉണ്ടാകുന്ന മനുഷ്യബന്ധങ്ങളാണ്. ഞാൻ ഇപ്പോൾ ചെയ്യണം എൻ്റെ കുട്ടികൾക്ക് വേണ്ടി. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ ഒന്നും അല്ലാതെയായിത്തീരും. ഒരു പശുവിനെ പോലെ, ആടിനെ പോലെ എനിക്ക് കിട്ടിയ ഇലയും പുല്ലും പിണ്ണാക്കും വൈക്കോലും തിന്ന് ജീവിക്കുകയാണ്. എൻ്റെ കുട്ടികളെ ഞാൻ നോക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു ക്രമം നഷ്ടപ്പെട്ടു. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് അത് നിലനിർത്തേണ്ടത് ചോദിച്ചാൽ, അത് അള്ളാഹുവിങ്കൽ നിന്നുള്ളൊരു ബന്ധം തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ? ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി നമുക്കിപ്പോൾ നിങ്ങൾ നോക്കൂ, വിവാഹം കൊണ്ട് അള്ളാഹു ഉണ്ടാക്കുന്ന ഒരു നിയന്ത്രണം, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. സൂറത്തു അൽ അഹ്ഖാഫ് എന്ന് പറയുന്ന സൂറത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ആയത്തുണ്ട്. സൂറത്തുൽ അഹ്ഖാഫിൽ എന്താണത്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ. ഒരാളുടെ പ്രാർത്ഥനയാണ്, റബ്ബേ എനിക്ക് നീ തോന്നിപ്പിക്കണമേ, റബ്ബി ഔസിഅനി എനിക്ക് നീ തോന്നിപ്പിക്കണമേ, അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് നൽകിയ നിഅമത്തിന് നന്ദി ചെയ്യാൻ, വഅലാ വാലിദയ്യ എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന നിഅമത്തിന് നന്ദി ചെയ്യാൻ. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ മുൻ തലമുറയെ ഓർക്കുകയാണ്. ആ മുൻ തലമുറക്ക് അള്ളാഹു നൽകിയ നിഅമത്തിനെ ഓർക്കുകയാണ്. ആ നിഅമത്തിന് വേണ്ടി നന്ദി ചെയ്യണം എന്നൊരു തോന്നൽ എനിക്ക് മാത്രമല്ല, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ഞാൻ ഉണ്ടായത്, എനിക്കിങ്ങനെ പഠിക്കാൻ കഴിഞ്ഞത്, ഞാനിങ്ങനെ വളർന്നത്, ഞാനിങ്ങനെ ഒരു കുട്ടിയായത്, എൻ്റെ ഉപ്പയും ഉമ്മയും ഒരു നല്ല ആളുകളായതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ
ഒരു നല്ല രീതിയിൽ പോയത്. അവർ ഒരു തോന്നിവാസിയാണ്, നമ്മളിങ്ങനെ ആവുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു തലമുറയിൽ നിന്ന് കൈമാറി കിട്ടുന്ന ഒരു നന്മ, ആ നന്മയെ ഓർത്തുകൊണ്ട് നമ്മളെ മുൻ തലമുറയെ ഓർക്കുന്നു. വ അൻ അഅ്മല സാലിഹൻ തർലാഹു വല വാലിദയ്യ വ അൻ അഅ്മല സാലിഹൻ, നന്മ പ്രവർത്തിക്കാനും എനിക്ക് നീ തോന്നിപ്പിക്കണമേ. തർലാഹു, നീ ഇഷ്ടപ്പെടുന്ന. കണ്ടില്ലേ? അപ്പോൾ ഒരു മനുഷ്യനെ ഓർക്കുകയാണ്, നല്ലത് ചെയ്യണം, നന്നായി ജീവിക്കണം. നല്ലത് ചെയ്ത് ജീവിച്ച എൻ്റെ മാതാപിതാക്കളെ ഓർക്കണം, അവർക്ക് ചെയ്ത നന്മക്ക് ഞാൻ നന്ദി ചെയ്യണം. അപ്പോൾ മുൻ തലമുറയെ ഓർത്തു. എന്നിട്ട് വ അസ്ലിഹ് ലീ ഫീ ദുരിയത്തി, എൻ്റെ മക്കൾക്കും നല്ലത് തരയണമേ. പിന്നോട്ട് ഓർക്കുക. ഓൻ ചിലപ്പം മക്കൾ ഉണ്ടായിട്ടുണ്ടാവില്ല, എങ്കിലും അവൻ്റെ പിൻഗാമികൾക്കും നല്ലത് ചെയ്യണമേ എന്ന് ഓർക്കുന്ന ഒരു ബന്ധം, ഒരു മനുഷ്യനെ നിലനിർത്തുന്ന ബന്ധമാണ് വിവാഹത്തിൽ കൂടി നമുക്ക് നൽകിയത്. അപ്പോൾ നിങ്ങളെ ഉപ്പാനെ ഓർക്കുന്നു, നിങ്ങളെ മക്കളെ ഓർക്കുന്നു, നിങ്ങളെ ഓർക്കുന്നു, അവരുടെ മക്കളെ ഓർക്കുന്നു, ആ മക്കൾ നിങ്ങളുടെ മക്കളെ ഓർക്കുന്നു, അവരുടെ മക്കളെ ഓർക്കുന്നു. അപ്പോൾ ലോകം ഇങ്ങനെ പരസ്പരം മുന്നോട്ടും പിന്നോട്ടും മനുഷ്യൻ ചിന്തിച്ചും ഓർത്തും അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിച്ചും കൊണ്ട് ഒരു നല്ല മനുഷ്യരായി നിലനിൽക്കുക എന്ന ഒരു ലോകത്തിൻ്റെ നിലനിൽപ്പാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം. നമ്മളതിൽ പിന്മാറരുത് എന്നാണ് പറഞ്ഞത്. വിവാഹം എന്ന് പറഞ്ഞത് നമ്മളങ്ങനെ പിന്മാറിക്കൂടാ. അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് ആ ഒരു ക്രമം, ലോകക്രമം നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥമായ വിവാഹം വേണം. അങ്ങനെയുള്ളൊരു വിവാഹം ഉണ്ടല്ലോ, മുൻഗാമികളെ ഓർത്ത് അവരിലുള്ള നന്മയെ ആവാഹിച്ചെടുത്ത് സ്വയം നന്മ ചെയ്യണം എന്നൊരു തോന്നലുണ്ടായി. പിന്നെ നമ്മളെ മക്കളെയും കൂടി ഓർക്കുന്ന ആ ഒരു ബന്ധമാണ് വിവാഹം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു വിവാഹം, ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അമ്മാനെ അവളുമായി ലൈംഗിക പ്രവൃത്തി നടത്തുന്ന ഒരു ചങ്ങാതി ഓർക്കലില്ല, അതിലുണ്ടാകുന്ന മക്കളെ ഓർക്കലില്ല. അതൊക്കെ ഒരു മൃഗീയമാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെ മാനുഷികമാകുന്നത് വിവാഹത്തിൽ കൂടിയാണ് ആ ബന്ധങ്ങളൊക്കെ. അപ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പ്, ലോകക്രമം തന്നെ വിവാഹത്തിൽ കൂടി വരുന്നത്. അങ്ങനെയുള്ളൊരു വിവാഹം വേണമെങ്കിൽ എന്തിനാണ് വിവാഹം, എങ്ങനെയായിരിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വിവാഹം വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആരായിരിക്കണം, നമ്മളുടെ ഒരു വിവാഹ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതാണ്. അത് നമ്മളെ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവാഹത്തിനെ പറ്റിയുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പോൾ സിനിമയിൽ കൂടി കാണുന്ന രണ്ട് ചിത്രങ്ങൾ, ഒരു നടൻ നടി, അല്ലെങ്കിൽ ഒരു നോവലിൽ കാണുന്ന വിവാഹം, ഒരു ഭാര്യ ഭർത്താക്കന്മാർ, അതിൽ കൂടി നമ്മളൊരു പ്രതീക്ഷ അർപ്പിച്ച ഒരു വിവാഹത്തിനെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തകർന്നു പോകും. എൻ്റെ ഒരു സ്നേഹിതൻ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു സ്നേഹിതൻ, രണ്ട് മക്കൾ, ഒരു മകന് നല്ല കുട്ടിയായിരുന്നു, അത്യാവശ്യം നല്ല വിവേകവും ബിസിനസ്സും ഒക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷേ ദീന് പഠിച്ചോന്ന് സഹായിച്ചിട്ട് ഓന് തീരും പഠിച്ചതുമില്ല, പഠിപ്പിച്ചതുമില്ല വാപ്പ. ഒരു വിവാഹം ചെയ്തപ്പോൾ അവൻ്റെ കൺസെപ്റ്റിലുള്ള ഒരു പെൺകുട്ടിയാണ് വിവാഹം ചെയ്തത്. അവൻ്റെ കൺസെപ്റ്റിലുള്ള ഒരു പെൺകുട്ടി, അവൻ എങ്ങനെ ആ കൺസെപ്റ്റ് ഉണ്ടാക്കിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതായിരുന്നാലും ഒരു പഠിച്ചവനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പെൺകുട്ടിയല്ല അവൻ കാണാൻ പോയി. ഒരു 10-50 പെണ്ണിനെ കാണാൻ പോയിട്ട് അവസാനം ഒരു സാധനത്തിന് എവിടുന്നോ പിടിച്ചു കൊണ്ടുവന്നു. നോക്കുമ്പോൾ എല്ലാ തോന്നിവാസങ്ങളിലും അറിയുന്ന വളരെ അൾട്രാ മോഡേൺ പെണ്ണാണ്. വീട്ടുകാരുടെ പരമ്പരാഗതമായ ആചാരമനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അവൾ എടുത്ത് വലിച്ചെറിഞ്ഞു. ചുരിദാർ, സാരിയൊക്കെ ഒഴിവാക്കി അവൾക്ക് വേണ്ട വസ്ത്രങ്ങൾ, അവൾ സിനിമയിൽ നമ്മൾ കാണുന്ന ആ രീതി ഫാഷനായിരുന്നു. അത് അവസാനം ഭർത്താവ് എടുത്തു കൊടുക്കേണ്ടി വന്നു. ഏതായിരുന്നാലും ഈ കുടുംബജീവിതം അങ്ങനെയാണ് കുറച്ചു കാലം മുന്നോട്ട് പോയത്. ഒരു മെഡിക്കൽ രംഗത്ത് പഠിക്കുന്ന പെൺകുട്ടിയാണ്, മറ്റവനാണെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനാണ്. കുറച്ചു കാലം മുന്നോട്ട് പോയി. ഒരു ചെറിയ നിമിഷത്തിൽ മാത്രം അവൾ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയുടെ വിവാഹമുണ്ട്, അവൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണം, അതിന് നമ്മൾ പോകണം, അവളെ വിവാഹത്തിന് പോകണം.
അത് പോകുന്നത് മോട്ടോർ ബൈക്കിലായിരിക്കണം, കാറിൽ പോകണ്ട. അവിടെ ഒരു ലളിതമായ കാര്യം നോക്കി നിങ്ങൾ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ തുടക്കവും അവസാനവും ഞാൻ പറയുന്നത്. നല്ല നിരക്ക് ജീവിച്ചു പോവുകയാണ്, ദീനൊന്നും ഇല്ലെങ്കിലും ജീവിച്ചു പോകുന്ന കുട്ടി. ഈ കുട്ടിയുടെ ഒരു ആവശ്യം വിവാഹത്തിന് ഗിഫ്റ്റുമായി മോട്ടോർ ബൈക്കിൽ പോകണം, അതിന് ഇന്ന വസ്ത്രം ഞാൻ ധരിക്കും, നിങ്ങളും ഇന്ന വസ്ത്രം എടുക്കണം, മോട്ടോർ ബൈക്കിൽ പോകണം ഗിഫ്റ്റുമായിട്ട്. എന്നിട്ട് ആ വിവാഹ പന്തലിലേക്ക് ഇങ്ങനെ മോട്ടോർ ബൈക്ക് ആണ്ട് കയറ്റി ഇരുത്തിയിട്ട് അവളെ ഏതോ ഒരു സിനിമയിൽ കണ്ടതോ അല്ലെങ്കിൽ എവിടെയും വായിച്ചതൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള ഒരു തീം. ആ തീമാണ് ഈ കുട്ടി ഭർത്താവിൽ കൂടി ആവശ്യപ്പെടുന്നത്. അവൻ പറഞ്ഞു, ഒരിക്കലും ഈ പെട്ടിയായിട്ട് മോട്ടോർ ബൈക്കിൽ പോയിക്കൂടാ, പിന്നെ വെയിലാണ്, 12 മണിയാണ്, ഇപ്പോൾ പറ്റില്ല, നമുക്ക് നമ്മളെ കാർ എടുക്കാം. ശരി, എന്നാലേ കാർ എടുത്ത് കണ്ട് പോകാം, ഞാൻ ഒന്ന് കുളിച്ച് ഒക്കെ അത് റെഡി ആവട്ടെ എന്ന് പറഞ്ഞു. ഇവൻ കുളിച്ച് വന്ന് വണ്ടി ഷെഡിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ ഇവൾ തൂങ്ങി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ നേരം കൊണ്ട് കെട്ടി തൂങ്ങി മരിച്ചു കിടക്കുന്നു, മരിച്ച് നിൽക്കുകയാണ്. എന്താണ്? ഒരു കാരണവുമില്ല. ഈ ഒരൊറ്റ കാരണം മാത്രം. ഞാൻ ആഗ്രഹിച്ച ഒരു വിവാഹ ഒരു കല്യാണത്തിന് പോകാൻ ഞാൻ ആഗ്രഹിച്ച ഒരു യാത്ര ഉണ്ടല്ലോ, ഒരു ചെത്തിപ്പൊളിച്ച യാത്ര. ആ ഒരു യാത്ര ഇയാൾ എന്നെ അനുവദിച്ചില്ലോ, ഇനി എനിക്ക് ജീവിക്കണ്ട, കഴിഞ്ഞു. ഇത്ര എളുപ്പം കൊണ്ടാണ് ഒരു ജീവിതം അവസാനിക്കുന്നത്. പറയുന്നത് വളരെ ദുർബലമായ ചില കയറിന്മേൽ, പിടിവള്ളികളിന്മേൽ, പ്രതീക്ഷയിന്മേൽ, അല്ലെങ്കിൽ ചില മാനദണ്ഡത്തിന്മേലാണ് നമ്മളെ വിവാഹം വരുന്നതെങ്കിൽ ആ മാനദണ്ഡം സാക്ഷാത്കരിക്കാതാവുമ്പോൾ പൊട്ടിപ്പോകും, തകർന്നു പോകും, ജീവനം നശിച്ചു പോകും. എത്രയോ ഉദാഹരണങ്ങൾ നമ്മളൊക്കെ ഇതിൽ കാണാം. നേരെ മറിച്ച് ആ മാനദണ്ഡമൊന്നുമല്ല നമ്മൾ കാണുന്നത്, അതായിരിക്കരുത് നിങ്ങൾ കാണേണ്ടത്. ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല പടച്ചവൻ വിധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പടച്ചവൻ നമുക്ക് വിധിക്കണമെന്നില്ല, അതുപോലെ ആവണമെന്നില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു എൻ്റെ ഭർത്താവ് ഇന്ന രൂപത്തിലാവണം എന്ന്. നമുക്കത് വിധിച്ചില്ലെങ്കിലോ, ആരെങ്കിലും ആഗ്രഹിക്കുന്ന പോലെ ലോകത്ത് കാര്യങ്ങൾ നടക്കലുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചൊരു കോഴ്സിനാണോ നിങ്ങൾ ചേർന്ന്? ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്. ഒരു പ്രൊഫഷണൽ കോഴ്സിൽ അധ്യാപകനായിരുന്ന കാലത്ത് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഞാൻ ചോദിക്കും, ടീച്ചിങ്ങിൽ ട്രെയിനിങ്ങിന് വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ അധ്യാപകനാകാൻ എന്തുകൊണ്ട് ആഗ്രഹിച്ചു? ആദ്യം എഴുതാൻ വേണ്ടി ആദ്യം എഴുതാൻ കൊടുക്കല, അതാണ് ഒരു ചെറിയ അസൈൻമെൻറ്റ് കൊടുക്കല. എന്തുകൊണ്ട് അധ്യാപന വൃത്തി തിരഞ്ഞെടുത്തു എന്നതിന് ഒരു കാരണവും അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് എഴുതണം എന്നാണ്. അതിലൊരു 10% കുട്ടികൾ എൻ്റെ വാപ്പ അധ്യാപകനായിരുന്നു, അല്ലെങ്കിൽ ഉമ്മ അധ്യാപികയാണ്, അതുകൊണ്ട് അതിലെങ്ങനെയാണ് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായി, അല്ലെങ്കിൽ നല്ല അധ്യാപകരെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെ ആവും. പക്ഷേ 90% കുട്ടികളും എത്തിപ്പെട്ടതാണ് എന്നാ പറയാം. ഇതല്ലാതെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇനി ഇതല്ലാതെ വേറൊരു വഴിയില്ല, എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഡോക്ടറാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാനുണ്ടാവും. ഒടുവിന് എത്തിപ്പെട്ടത് മാസ്റ്റർ ആകാനാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ജീവിതം പലപ്പോഴും ഒരു വിവാഹിതനായ ആളോട് ചോദിച്ചു നോക്കി, നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കാനാണോ ഉദ്ദേശിച്ചിരുന്നത്? അതൊന്നുമില്ല, ഞാൻ വേറെയൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അതങ്ങനെയാണ്ട് എത്തിയായി. പിന്നെ നമ്മൾ അതിൽ സംതൃപ്തി അടയാണ്. കിട്ടിയ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയതിൽ സംതൃപ്തി അടയുന്ന അത് വിവാഹ ജീവിതം മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ സംതൃപ്തി അടയുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏകദേശം 34 വർഷമായി ഞാനൊരു വിവാഹിതനായി ജീവിക്കും. ഇന്നേ വരെ എൻ്റെ ഭാര്യയുമായി ഒരു അരമണിക്കൂർ പോലും പിണങ്ങി നിൽക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടില്ല, അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പിണക്കം, കാര്യത്തിനോ കളിക്കോ ഒരു പിണക്കം വേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്കെൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിരുന്നു, വിവാഹം കല്യാണമാണ്, ഞാൻ പോവുകയാണ്, സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് അധ്യാപനം ചെയ്യുന്ന കാലത്ത് ലീവ് എടുത്ത് പോകുമ്പോൾ കല്യാണമാണ്, ഒരാഴ്ചക്ക് ലീവാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ, അള്ളാഹു ഇർഹമു, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, എന്നോട് പറഞ്ഞു, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെപ്പറ്റി നിനക്ക് വല്ല ഐഡിയ ഉണ്ടായിരുന്നോ?
ആ കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഉമ്മയും ഉപ്പയൊക്കെ അങ്ങനെ കണ്ടെത്തി. എനിക്ക് പ്രത്യേകമായ ഒരു അഭിപ്രായം ഉണ്ടായില്ല. പക്ഷെ നല്ലതാണെന്ന് തോന്നി. ഒരു നമ്മുടെ കുടുംബമൊക്കെ ആയിട്ട് യോജിക്കുന്നതും നമുക്ക് ഒരു കുഫു വെക്കുന്നതും ഒക്കെയാണ് തോന്നി. അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായി തോന്നിയതേ ഉള്ളൂ. ശരി, മോനൊരു കാര്യം ചെയ്യണം. ഒരിക്കലും നമ്മളാരും വിചാരിച്ചതല്ല ജീവിതത്തിൽ നടക്കുക. അതുകൊണ്ട് നിനക്ക് കിട്ടിയ കുട്ടിയെ നീ പരിപാലിക്കുന്നതോടൊപ്പം അത് പടച്ചോൻ തന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളെ നീ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഒരു അരമണിക്കൂർ പോലും ഒരു പിണങ്ങി നിൽക്കാനുള്ള അവസരം അവളോ ഞാനോ ഉണ്ടാക്കിയിട്ടില്ല. എന്ന് കരുതിയതുകൊണ്ട് ജീവിതത്തിലെ വലിയൊരു ഉന്നത ജീവിതമൊന്നുമല്ല നമ്മൾ ആഗ്രഹം. വളരെ വിഷമമുള്ള, ദാരിദ്ര്യവും പ്രയാസമുള്ള ജീവിതം ഉണ്ടായിരുന്നു. അതല്ലാത്ത ജീവിതം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മാനദണ്ഡം, ഒരു പടച്ചവൻ്റെ മാനദണ്ഡത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ഈ ലോകത്ത് നടക്കില്ല. അപ്പോൾ പിന്നെ അള്ളാഹു നമുക്ക് ഏകിയതിൽ സംതൃപ്തി അടയുക. ഖനാഅത്ത് എന്നാണ് അതിന് പറയാം. അൽ ഖനാഅത്ത്. ഖനാഅത്ത്, ഖാഫ്, പുള്ളിയുള്ള ഖാഫ്, നൂന്, അലിഫ്, ഐന്, ത, ചെറിയ ത, അൽ ഖനാഅത്ത്. ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയുക. വിവാഹ ജീവിതത്തിൽ നിങ്ങൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ഈ സർവീസ് കാലത്ത് വിവാഹിതകളാവാനായ ഒരുപാട് ഡിഗ്രി കഴിഞ്ഞ പെൺകുട്ടികളുടെ ഒരുപാട് ജീവിത കഥകൾ അവരിൽ നിന്ന്, അവരുടെ കുടുംബജീവിതത്തിൻ്റെ പ്രയാസങ്ങളും സന്തോഷങ്ങളും പറയാറുണ്ട്. പല കുട്ടികളോട് ഞാൻ ചോദിക്കും, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വീടാണോ നിങ്ങൾ കയറി ചെന്നത്? സർ, അല്ല. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? എന്താ ചെയ്യുക? ഇഷ്ടപ്പെടാതിരിക്കാതെ. ഇഷ്ടപ്പെട്ടു, ഇപ്പം ഞങ്ങൾക്ക് സുഖമാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ട് കല്യാണമൊക്കെ, വിവാഹ ജീവിതമൊക്കെ? വളരെ സന്തോഷമാണ് സർ. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു പടച്ചവനെ മുൻനിർത്തി, ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഒരു ഭർത്താവ് ചിലപ്പോൾ ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഒരു കുറച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ, ഒരു പക്വതൊക്കെ വന്നിട്ടേ വിവാഹത്തിലേക്ക് കടക്കേണ്ടതുള്ളൂ. ഒരു 18-20 വയസ്സൊക്കെ ആയിട്ടേ വിവാഹത്തിലേക്ക് കടക്കേണ്ടതുള്ളൂ. അതല്ല, ഉമ്മയൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ ഒരു പക്വത വരണം. ഒരു ഭർത്താവ് എന്താണ്, ഭർത്താവ് ആരാണ്, എങ്ങനെയാണ് ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു പക്വത വരുമ്പോഴേ നമ്മൾ അല്ലാത്ത കാലത്ത് പഠിച്ചോ. ഞാൻ പറയുന്നത്, ഏതൊരു വീട്ടിലെത്തിച്ചെന്നാലും ഞാൻ അങ്ങനത്തെ ഒരു വീടല്ല എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവിൻ്റെ വീടായി കണ്ടിരുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഫേസ് കട്ട് ഇതായിരുന്നില്ല. അയാളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതം ഇതായിരുന്നില്ല. എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടി അതാ ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകുന്നു. എന്നെ ഒരു ദിവസം പോലും ടൂറ് കൊണ്ടുപോകാൻ എൻ്റെ ഭർത്താവിനൊരു തോന്നലില്ലല്ലോ, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു ഭർത്താവായിരുന്നില്ല ഞാൻ എന്നൊരു ചിന്ത കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അവളുടെയൊക്കെ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടോ, എത്ര സന്തോഷത്തിൽ പെരുമാറുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ അങ്ങനെ അല്ലല്ലോ, എന്നോടൊരു നല്ല വാക്ക് പറയാറില്ലല്ലോ, എന്താ എൻ്റെ കല്യാണ വീട് ഇങ്ങനെ. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം പൊട്ടിപ്പോകും, തകർന്നു. അപ്പോൾ പിന്നെ എന്ത് വേണം? പടച്ചോൻ നമുക്ക് നൽകിയതിൽ സംതൃപ്തിയാണ്. എന്നാലും പടച്ചോൻ, അതായത് വിവാഹ ജീവിതത്തിൽ ഏത് കുടുംബമാണ്, ആരാണ് ഭർത്താവ്, അയാളുടെ തൊഴിൽ എന്താണ്, അയാളുടെ വീടിൻ്റെ സെറ്റപ്പ് എന്താണ്. പക്ഷേ അത് വിവാഹത്തിൻ്റെ മുമ്പ് വേണമെങ്കിൽ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ പരമാവധി ഒരു വിവേകത്തോടു കൂടി എൻ്റെ ഭർത്താവ് ആവണം. ഒരു പരീക്ഷണത്തിന് ഒരിക്കലും ഒരുങ്ങരുത്. മാതാപിതാക്കളുടെ നിർബന്ധത്തിനും അങ്ങനെ ഒരു വിവാഹത്തെ കാണേണ്ടതില്ല. നേരെ മറിച്ച് എനിക്ക് ഒരു ഭർത്താവ്, പടച്ചോൻ എനിക്ക് എന്തായാലും അയാളാണ് തന്നതെങ്കിൽ ആവട്ടെ, അത് മതി, പടച്ചോൻ എനിക്ക് അതാണ് ഏകിയതെങ്കിൽ ആവട്ടെ എന്ന ഒരു മനസ്ഥിതി ഉണ്ടല്ലോ. ആ ഒരു മനസ്ഥിതി ആയിരിക്കണം. അതാണ് അൽ ഖനാഅത്ത് എന്ന് പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തി അടയുക, അതാണ് അൽ ഖനാഅത്ത്. ഉള്ളത് കൊണ്ട് തൃപ്തി അടയുക എന്ന ഒരു മനസ്ഥിതി ഈ വിവാഹ ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കണം. അത് നമുക്ക് ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്, ഒരു പുരുഷനും വേണം ഈ തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാവാം. അവൻ വിചാരിച്ച ഒരു പെണ്ണ് ഇതായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഭാര്യമാർ ഇങ്ങനെയല്ല, എൻ്റെ ഭാര്യയെപ്പോലെയല്ല,
അങ്ങനെയൊക്കെയായിരുന്നു എനിക്കും വേണ്ടത് എന്ന ഒരു ചിന്ത മനസ്സിൽ കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബജീവിതം ഒരിക്കലും ഒരു മവദ്ദത്ത് റഹ്മത്തിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണേണ്ടത് വിവാഹത്തിൻ്റെ മുമ്പ് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ, അവൻ്റെ കുടുംബം, അവൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്തണം എന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ പറഞ്ഞിട്ട് അത് നിങ്ങൾ എത്തിക്കുക. എന്നാൽ ആ പേരിൽ മാതാപിതാക്കളെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത് എന്നത് ഒരു വസ്തുതയാണ്. ഞാനൊക്കെ ഒരു പിതാവാണ്, 6 മക്കളുടെ പിതാവാണ്. അതിൽ 3-4 സ്ത്രീകളാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ ഒരുപക്ഷെ നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ പോലും ആ ഒരു മാനസികാവസ്ഥ ചിന്തിക്കാൻ കഴിയില്ല. എന്താ പറഞ്ഞാൽ കാശില്ലാഞ്ഞിട്ടല്ല, കാശല്ല പ്രശ്നം, കാശും പ്രശ്നമാണ്. പണ്ടവും പണവും ഒക്കെ അതിൻ്റെ പേരിൽ പ്രശ്നമാകുന്ന ധാരാളം ആളുകളുണ്ട്. അതൊന്നും കുറച്ചൊന്നുമല്ല, ധാരാളം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം തന്നെയാണ്. കാശില്ല കെട്ടിച്ചു കൊടുക്കാൻ, അതുപോലെ സൗന്ദര്യമില്ല, വീടില്ല, അങ്ങനെയൊക്കെയുള്ള എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ ഉണ്ടായാൽ പോലും പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് എനിക്ക് യോജിക്കുന്ന, നമ്മളെ കുടുംബത്തിന് യോജിക്കുന്ന ഒരാളെ കിട്ടണമല്ലോ. ആശങ്കയുടെയും പ്രതീക്ഷയുടെയും ഇടയിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ടൊരു പിതാവ്. അപ്പോൾ ആ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ അനാവശ്യമായ നിബന്ധനകളും അനാവശ്യമായ ചില കണ്ടീഷനൊന്നും വെച്ച് പോകരുത്. എന്നാലോ താങ്ങാനാവുന്ന നിബന്ധനകളാവില്ല, താങ്ങാനാവുന്ന നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് പിതാവിനെ അറിയിക്കാനോ മാതാവിനെ അറിയിക്കാനോ വഴി തേടാം. അങ്ങനെയൊക്കെയാണെങ്കിലും മുൻകരുതലോടുകൂടി ആലോചിച്ചുകൊണ്ട് ഒരു വിവേകപൂർണമായ ഒരു കല്യാണത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയും അതിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നാലും ആ ചുഴിയിലാണ് എങ്കിൽ ആ ചുഴിയിൽ നിന്ന് അക്കരെ കടക്കാൻ, അതിജീവിക്കാനുള്ള മാനസികമായ ശക്തി നിങ്ങൾ ഉൾക്കൊള്ളണം. അത് പഠിച്ചവനാണ് തന്നത്, അതിൽ സംതൃപ്തി അടഞ്ഞു. അള്ളാഹു മുക്കുല്ലു മാ ഖദ്ദറ റഹ്മാനു മഫ്ഊലു എന്ന് പറയുമല്ലോ. അള്ളാഹു തആല നൽകിയ തീരുമാനിച്ചതൊക്കെ വരും, ഞാൻ ഇനി ഇതിൽ സംതൃപ്തി അടയണം എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം. അല്ലാതെ ആയാൽ പൊട്ടിപ്പോകും. അതല്ല ഒരിക്കലും എനിക്ക് ഈ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും വരാതിരിക്കട്ടെ, എന്നാലും ഈ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പരമാവധി അങ്ങനെ ഒരു അബദ്ധത്തിൽ, ഒരു വികാരത്തിന് അടിമപ്പെട്ട് വിവാഹത്തിലേക്ക് എത്തിപ്പെടരുത്. ഞാൻ പറയുന്നത് ഇന്ന് കാണുന്ന പല പ്രേമ വിവാഹങ്ങളും വളരെ ദുരന്തത്തിലാണ് കലാശിക്കാറുള്ളത്. സ്നേഹം എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ വിവാഹം ചെയ്യാൻ പോകുന്ന ഒരാളെ നമ്മൾ മാനസികമായി അടുക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല. ഞാനൊരു പിതാവ് എന്നുള്ള നിലക്ക് ആണ് നിങ്ങളോട് പറയുന്നത്, ഒരു തെറ്റൊന്നുമല്ല, ഒരു നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അതല്ല ഇന്ന് കാണുന്ന ഈ അഫെയറുകൾ പലതും ഉള്ളത്. തൽക്കാലം ഒരു ടെലിഫോൺ ബന്ധം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമുള്ളൊരു സംസാരം, അല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കുന്ന ചെറുപ്പക്കാർ. ഒരുപക്ഷെ അവനൊരുപാട് ഇങ്ങനെയുള്ള ഇരകളുണ്ടായിരിക്കാം. ആ ഇരകളിൽ നമ്മൾ ഒന്നാകുന്നു. എന്നിട്ട് നമ്മൾ ഒരു വിവാഹത്തിലേക്ക് നിർബന്ധിക്കുന്നു, മാതാപിതാക്കളെയൊക്കെ അതിജീവിച്ച് പ്രേമവിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നു. അവസാനം നിങ്ങൾ നോക്കൂ, പ്രേമവിവാഹം, അതായത് ഒരു പടച്ചവനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവേകപൂർണമല്ലാത്ത പ്രേമവിവാഹങ്ങൾ 99% പരാജയപ്പെട്ടിട്ടില്ല. അതൊരു കുടുംബജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ, പക്ഷേ നിങ്ങളുടെ ഈ ഒരു സെറ്റപ്പിലിരുന്ന്, പ്രായത്തിലിരുന്ന് അതിൻ്റെ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല, പക്ഷെ നമുക്ക് കഴിയും. അപ്പോൾ ആ നിലക്കുള്ളൊരിതല്ല. ഒരു സ്നേഹം, ഒരു ബന്ധം, മാനസികമായ അടുപ്പം എന്നൊക്കെ പറയുന്നത് ഒരു ഇലാഹിയാണെങ്കിൽ, ഒരു വിശുദ്ധമാണെങ്കിൽ അത് നമ്മുടെ കുടുംബജീവിതത്തിന് ഉപകരിക്കും. നേരെ മറിച്ച് അവിവേകമായി പോകരുത്. അവിവേകമാണ് ഇന്ന് കാണുന്ന പല വിവാഹത്തിനും തൽക്കാലമുള്ള എന്തെങ്കിലും ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു താല്പര്യം. ആ താല്പര്യത്തിൻ്റെ പേരിൽ വിവാഹം ചെയ്യും. 1 ദിവസമോ 2 ദിവസമോ 1 മാസമോ 2 മാസമോ 1 കൊല്ലമോ 2 കൊല്ലമോ ഒക്കെ ആകുമ്പോൾ ഈ നമ്മളെ വഞ്ചിക്കുന്നവൻ്റെ കാഴ്ചപ്പാട് എന്നും അവൻ തിളക്കമുള്ള ഒരു പെൺകുട്ടിയെ ആയിരിക്കും അവൻ ആവശ്യം. അത് നമ്മുടെ തിളക്കം കെടുമ്പോൾ നമ്മളോടുള്ള സ്നേഹം നഷ്ടപ്പെടും.
അല്ലെങ്കിൽ ഒരു തിളക്കമുള്ള ആടിനെയാണ് ആവശ്യം, അവൻ്റെ തിളക്കം ഒരു ദിവസത്തെ ഒരു പനി പിടിച്ചാൽ മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് കുടുംബജീവിതം മുന്നോട്ട് പോയില്ല. അപ്പോൾ യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ ഫൾഫർ ബിദാത്തിദ്ദീൻ. 4 കാര്യമാണ് വിവാഹത്തിന് മാനദണ്ഡമായി സ്വീകരിക്കാറുള്ളത്. പുരുഷന്മാരോടാണ് പറഞ്ഞത്, പക്ഷേ സ്ത്രീകൾക്കും ബാധകമാണ്. 1 സമ്പത്ത്, മറ്റൊന്ന് കുടുംബം, 3-മത്തേത് സൗന്ദര്യം, 4-മത്തേത് മതനിഷ്ഠ. തുൻകഹുൽ മർഅത്തു ലി അർബഇൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൾഫർ ബിദാത്തിദ്ദീൻ. മതനിഷ്ഠക്കാണ് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ കുഫുവ് അല്ലെങ്കിൽ യോജിപ്പിന് പരിഗണന കൊടുക്കേണ്ടതില്ല എന്നല്ല. പലപ്പോഴും സാമ്പത്തിക കുഫുവിന് പരിഗണന കൊടുക്കണം. നിങ്ങളൊരു മെഡിസിൻ വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു ലെവലിലുള്ള പുരുഷനെ ആയിരിക്കും പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുക. നിങ്ങളൊരു സാധാ ഒരു കുറച്ചുകൂടി താഴെയുള്ളതാണെങ്കിൽ ആ ഒരു ലെവലായിരിക്കും പലപ്പോഴും ഒരു കുഫുവായി മാറുക. അതുപോലെ നിങ്ങളൊരു വളരെ സമ്പന്നയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവായി വരുന്ന ഒരാൾ വളരെ പാവപ്പെട്ടവനായാൽ അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് നടക്കില്ല എന്നുള്ളതല്ല, പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് സാമൂഹിക ബന്ധങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് കുഫുവ് കണ്ടെത്തണം. സാമ്പത്തികമായ കുഫുവ് കണ്ടെത്തുന്നത് തന്നെയാണ് കൂടുതൽ സുരക്ഷിതത്വം. സാലിം മൗല അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്നു സാലിം. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയാണ്. അടിമയ്ക്ക് താമസിക്കാൻ നമ്മളെ തൊഴുത്ത് പോലെ സാലിമിൻ്റെ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു പ്രത്യേക പന്തലിട്ട് ഹൈമ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആടുകുട്ടികളെ താമസിക്കുന്ന മാതിരിയാണ് അടിമ താമസിക്കൽ കുറേ കാലം. അങ്ങനെ അവസാനം സാലിം ഇസ്ലാം മതം സ്വീകരിച്ചു. അടിമ മുസ്ലിമായി. അബൂ ഹുദൈഫ യജമാനനാണ്, ഇതുവരെ പണിയെടുപ്പിച്ചിരുന്നതാണ് അബൂ ഹുദൈഫ. സാലിം ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓർക്കുകയാണ്. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ ഞാൻ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, നിങ്ങളെ ഗോത്രങ്ങളും ഖബീലകളുമാക്കി പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ, ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്. അപ്പം മനുഷ്യർക്കിടയിലുള്ള മുഴുവൻ ഉച്ചനീചത്വങ്ങളും വർണ്ണത്തിൻ്റെ, അതുപോലെ വർഗത്തിൻ്റെ, തറവാടിൻ്റെ, സമ്പത്തിൻ്റെ എല്ലാ ഉച്ചനീചത്വങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യൻ, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണ് എന്ന് ഖുർആൻ പറഞ്ഞതോടുകൂടി സാലിം അബൂ ഹുദൈഫക്ക് തോന്നി, സാലിം എന്നെക്കാളും ഭക്തനാണല്ലോ, അപ്പോൾ എന്നെക്കാളും മുന്തിയവനാണ് സാലിം. ഇതുവരെ സാലിം അടിമയായിരുന്നു, പക്ഷേ എന്നെക്കാളും മുന്തിയവനാണ് സാലിം, എന്നെക്കാളും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾ. ഞാൻ ഉറങ്ങുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന മുസ്ലിമായി മാറിയിട്ടുണ്ട്. ഞാൻ കുറേ കാലം മുമ്പ് മുസ്ലിമായതാണ്, പല തെറ്റുകളും എനിക്കുണ്ട്. സാലിം ഇപ്പം മുസ്ലിമായിട്ടുള്ളൂ, ഒരു തെറ്റുമില്ലാത്ത വിശുദ്ധനാണവൻ. അബൂ ഹുദൈഫ തീരുമാനിച്ചു, എനിക്കൊരു പെങ്ങളുണ്ട്, സാലിമിന് കല്യാണം കഴിച്ചു കൊടുക്കണം. പെങ്ങളെ സാലിമിന് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നിട്ട് അബൂ ഹുദൈഫൻ്റെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു അറ സാലിമിന് കൊടുത്തു. സാലിം, ഇനി മുതൽ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള അടിമയുടെ കുടിലിൽ നീ താമസിക്കരുത്, എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ്. അതൊക്കെ സഹാബിമാർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു സാമൂഹ്യ സാഹചര്യം ഇന്നില്ല. കഴിയുമെങ്കിൽ അതൊരു തെറ്റാണ് എന്നുള്ളതല്ല, അതാവശ്യം. പക്ഷെ ആ ഒരു സാമൂഹ്യ സെറ്റപ്പല്ല ഇന്ന് നമ്മളുടെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെയുള്ള ഒരു കുഫുവ് നമ്മൾ പരിഗണിക്കണം, ഒരു സംശയവുമില്ല. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വിവാഹം ചെയ്തുതരാം. അങ്ങനെയുള്ളൊരു കുഫുവിനെ പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഒരു കുടുംബത്തെപ്പറ്റി, നിങ്ങളുടെ ഒരു തുണയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതായിരിക്കും സുരക്ഷിതത്വം. അങ്ങനെയൊക്കെയാണെങ്കിലും അതിനേക്കാളെല്ലാം മികച്ചു നിൽക്കുന്നത് ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളൊരു പുരുഷൻ. ഒരു ദീനുള്ളൊരു പുരുഷൻ അവനാണ്
യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിൻ്റെ പടച്ചവനെ പേടിയുള്ള, അല്ലാതെ ഒരു വേഷഭൂഷാദിയല്ല, അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഭയപ്പെടുന്ന ഒരു പുരുഷനാണ് എന്ന ഒരു തോന്നൽ, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു ഭർത്താവായിരിക്കണം എൻ്റേത് എന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് കുടുംബജീവിതം യഥാർത്ഥത്തിലുള്ള സുഖം, സന്തോഷം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കുടുംബജീവിതത്തിലെ സന്തോഷം, സആദത്ത്, വിജയം എന്നൊക്കെ പറയേണ്ടത് എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എന്താ വിജയം എന്നൊക്കെ പറഞ്ഞാൽ? അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്, അല്ല ഹാറൂൺ റഷീദ് പോട്ടെ, ഹാറൂൺ റഷീദിൻ്റെ സംഭവമല്ല, ഞാൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ തന്നെ പറയും. അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഹാറൂൺ റഷീദിൻ്റെ മറ്റൊരു സംഭവമുണ്ട്, അത് ദീർഘിപ്പിക്ക് പറയാൻ സമയമില്ല. അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അയാൾക്കുണ്ട്. അയാളുടെ സാമ്രാജ്യത്തിൻ്റെ അറ്റം അയാൾ കണ്ടിട്ടില്ല. അവിടെ നിന്നൊക്കെ നികുതി വരുമാനം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. ഒരുപാട് സൈന്യങ്ങളുണ്ട്, എല്ലാ സുഖസന്തോഷവുമുണ്ട്. അയാൾ മരിക്കാൻ കിടക്കുകയാണ് കൊട്ടാരത്തിൽ. കൊട്ടാരം പൊതുവേ ശാന്തമായി രാജാവിൻ്റെ അല്ലെങ്കിൽ ഖലീഫയുടെ അമീറുൽ മുഅ്മിനീനിൻ്റെ ആ ചക്രശ്വാസത്തിലുള്ള സമയത്ത് കൊട്ടാരം ദുഃഖമായി ദുഃഖിച്ചിരിക്കുകയാണ്, ഒരു ശബ്ദവുമില്ലാത്ത ഒരവസ്ഥ. അപ്പോഴാണ് കൊട്ടാരത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ഒരു പാട്ട് കേൾക്കുന്നത്. പാട്ട് ആരാ പാടുന്നു വെച്ചാൽ അവർ അലക്കുകാരനാണ്. അയാളിങ്ങനെ തുണി തല്ലുകയാണ്, കല്ലുമ്മൽ ഇങ്ങനെ ഇട്ട് വെച്ച് തല്ലുന്നു, പാട്ടും പാടുന്നു, അങ്ങനെ അലക്കുകയാണ്. അബ്ദുൽ മലിക് ചോദിച്ചു, ആരാണ് ആ പാട്ട് പാടുന്നത്? അത് വസ്സാലാണ്. വസ്സാൽ എന്ന് പറഞ്ഞാൽ അലക്കുകാരനാണ്. നമ്മളെ കൊട്ടാരത്തിലെ വിഴുപ്പുകൾ അലക്കുന്ന വസ്സാലിൻ്റെ പാട്ടാണ്. അബ്ദുൽ മലിക് പറയുന്നുണ്ട് ആ സമയത്ത് കേട്ടപ്പോൾ, യാ ലൈതനി കുൻതു വസ്സാലൻ, ഓ ഞാനൊരു അലക്കുകാരനായെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് ഇത്ര വലിയ സാമ്രാജ്യവും കൊട്ടാരവും ആളുകളും പരിചാരകന്മാരും പരിചാരികകളും ഭാര്യമാരും കൂട്ടും കുടുംബവും ഒക്കെ ഉണ്ടായിട്ട് എന്താ മനസ്സിന് സുഖമില്ല, ഒരു സുഖമില്ല മരിക്കാൻ. ഒരലക്കുകാരനാണെങ്കിൽ അയാൾ ഉണ്ടില്ല, ഒന്നുമില്ല, ആരാൻ്റെ വെളുപ്പ് അലക്കുകയാണ്, എന്നാലും അയാൾക്കൊരു സംതൃപ്തി ഉണ്ട് ജീവിതത്തിൽ. അയാളാണ് ഭാഗ്യവാൻ. ഞാൻ ആ ഭാഗ്യവാനായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം പറയുന്ന ചരിത്രമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. എന്താ പറയുന്നത്? അപ്പോൾ വിജയം, ഭാഗ്യം എന്നൊക്കെ പറയുന്നത് നല്ല കാറ്, നല്ല ഗാംഭീര്യമായ കുടുംബം, നല്ലൊരു ഭർത്താവ്, അയാൾ വലിയ ഡിഗ്രിയുള്ള ആൾ, അല്ലെങ്കിൽ അയാൾ വലിയ പ്രൊഫഷണൽ ആയി എന്നതല്ല. കുടുംബജീവിതത്തിലെ ഭാഗ്യം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. ആ മനസ്സമാധാനം കിട്ടൽ ഈ പടച്ചവൻ ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ള ഒരു കുടുംബം, ദീനിൽ കൂടിയാണ് ആ മനസ്സമാധാനം. അപ്പോൾ അങ്ങനെ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാത്തിനും പരിഗണിക്കണം, എല്ലാ മാനദണ്ഡങ്ങളും കുഫുകളും പരിഗണിക്കുന്നതോടൊപ്പം ദീനിന് പരിഗണിക്കുകയും ആ ദീനിൽ കൂടി കിട്ടിയ ഒരു കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ കയറി ചെല്ലുന്നൊരു വീട്ടിൽ എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസത്തെ അതിജീവിക്കാനുള്ള വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നമുക്കുണ്ടാവണം. എന്തുകൊണ്ട് എൻ്റെ വീട്ടിലെ ഉമ്മ, എൻ്റെ പുതിയ വീട്ടിലെ താത്ത, കാക്ക അല്ലെങ്കിൽ ഉപ്പ, അവരൊക്കെ എന്താ അങ്ങനെ എന്നോടൊരു പെരുമാറ്റം, എന്നോടൊരു സ്വഭാവം എന്താ? ഓ മടുത്തു ജീവിതം, എനിക്ക് വേണ്ട, ഞാൻ പോവാണ്. അതല്ല, അങ്ങനെയൊന്നും ആവരുത്. അങ്ങനെയൊക്കെ ആയേക്ക് മനുഷ്യൻ അങ്ങനെയാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇതൊന്നും വിലക്ക് വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ. എൻ്റെ ഭർത്താവിനെ നല്ല മാർക്കറ്റിൽ പോയി നല്ലൊരു ഭർത്താവിനെ, ആ ഭർത്താവിന് പറ്റിയ നല്ലൊരു ഉമ്മാനൊക്കെ നല്ല സ്റ്റെഫ് നോക്കി കമ്പനി നോക്കിയിട്ട് വാങ്ങിയിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. പഠിച്ചോ പഠിച്ച പടപ്പുകളാണ്. ഒരുപാട് വ്യത്യാസങ്ങളും സ്വഭാവങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും. അതിനെ ശക്തമായി അതിജീവിക്കാൻ ഒന്നാമതായി പഠിച്ചോൻ തന്നത് മതി എന്നുള്ള ആ വിശ്വാസം. ഓർല ബിമാ ഖസമല്ലാഹു ലക്, റസൂലുള്ള പറഞ്ഞതാ, ഓർല ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു തആല നിനക്ക് മുറിച്ചു തന്ന, ഓഹരി വെച്ച് തന്ന ഓഹരിയിൽ നീ സംതൃപ്തി അടയുക. വേറെ ഒന്ന്, ജീവിതത്തിൽ നിരാശ എന്നൊന്നും ഉണ്ടാവരുത്. കാരണം നമുക്ക് ആശിക്കാനുള്ളത് സ്വർഗമാണ്. ആ സ്വർഗം നമുക്ക് കിട്ടാൻ വേണ്ടി എത്ര ജീവിതത്തിലെ സുഖം നഷ്ടപ്പെട്ടാലും ആശ കൈവടിയരുത്. ഇന്ന മാൽ ഉസ്രി യുസ്ര, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. തുടക്കത്തിലൊരു പ്രയാസമുണ്ടെങ്കിലും സുഖകരമായിരിക്കാം പിന്നീട് ജീവിതം, അള്ളാഹു മാറ്റും. അല്ല, ഇടയ്ക്കൊരു പ്രയാസം വന്നാലും
അതിനുശേഷം ഒരു എളുപ്പമുണ്ട്, ഒരു ഇരുട്ടിന് ശേഷം ഒരു വെളിച്ചമുണ്ട്, ഒരു കുന്ന് കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്, ഒരു തണുപ്പിന് ശേഷം ഒരു ചൂടുണ്ട്, ഒരു ചൂടിന് ശേഷം ഒരു തണുപ്പുണ്ട്, ഒരു വിശപ്പിന് ശേഷം ഒരു വിശപ്പ് മാറിയ അവസ്ഥയുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയാണ്, വൃദ്ധിക്ഷയങ്ങളാണ്. അപ്പോൾ ഒരിക്കലും നിരാശ എന്നൊന്ന് ഉണ്ടായിക്കൂടാ ജീവിതത്തിൽ. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിന്ന് നിഷേധികളല്ലാതെ നിരാശരാവുകയില്ല. ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ചൊരു തത്വമാണ്. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിന്ന് നിരാശരാവുകയില്ല, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളല്ലാതെ, സത്യനിഷേധികളല്ലാതെ. അപ്പോൾ ജീവിതത്തിൽ നിരാശയില്ലാത്ത, പ്രതീക്ഷ എന്നും നിലനിൽക്കുന്ന, അള്ളാഹു തന്നതിൽ സംതൃപ്തി അടയുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം ജീവിതത്തെ അത് ഭർത്താവാണെങ്കിലും ഒക്കെ ആണെങ്കിലും, ആരായിരുന്നാലും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബങ്ങളാണെങ്കിലും ഒക്കെ നമ്മളൊരു ജീവിതത്തെ ഒരു യാഥാർത്ഥ്യത്തോടു കൂടി കാണുന്ന, സംശയകരമായി. ഇപ്പോൾ ഇന്ന് കൗൺസിലിംഗ് സെൻ്ററുകളിൽ വരുന്ന ഒരു ഒട്ടുമുക്കാൽ കേസുകളും ഭർത്താവിനെ പറ്റി ഭാര്യ സംശയിക്കുന്നു, ഭാര്യയെപ്പറ്റി ഭർത്താവ് സംശയിക്കുന്നു എന്ന സംശയ രോഗങ്ങൾ. ഇത് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് കുടുംബജീവിതത്തിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സുതാര്യമല്ലാത്ത ഒരു ജീവിതം, ഭർത്താവിനോട് എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു ജീവിതം, ഭാര്യയോട് കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന ഒരു ജീവിതത്തിൽ ഈ ഒരു സംശയ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും ഒരു ഇൻട്രോവർട്ട് ആവരുത്, ഒരു അന്തർമുഖത്വം. എന്തേ? ഒന്നുമില്ല. എന്താ എന്നാലും എനിക്കൊരു ഒരു അസുഖം പോലെ തോന്നുന്നു, ഒന്നുമില്ല, ഒന്നും ഇണ്ടാത്ത, അതല്ല, ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടാവണം ജീവിതത്തിൽ. തുറന്ന മനസ്സ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ആരും നമ്മുടെ മുമ്പിൽ വീണുപോകും. ഏത് ക്രൂരനും നമ്മുടെ മുമ്പിൽ വിനയാന്വിതനായി മാറാൻ ഒരു തുറന്ന മനസ്സ് നിങ്ങൾ കാണിക്കണം ആരോടും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളെ മറപൊളിച്ച് ജീവിക്കണം എന്നുള്ളതല്ല. അതായത് പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതത്തിലൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു 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 തുറന്ന മനസ്സോടുകൂടി പരസ്പരം കൈമാറാൻ, ഒരു നല്ല ഇൻറ്ററാക്ഷൻ എന്നാണ് അതിന് കൃത്യമായി പറയാം. ഭാര്യ ഭർത്താവുമായിട്ടുള്ള ഒരു നല്ല ഇൻറ്ററാക്ഷൻ എപ്പോഴും നിലനിർത്തണം ജീവിതത്തിൽ. പലപ്പോഴും നമുക്കൊക്കെ കാണുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ജീവിത പ്രശ്നം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ പറയില്ല. അത് നമ്മൾ സ്വന്തം ജീവിതത്തിലാണെങ്കിലും, ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടാവും, പറയില്ല. അധ്യാപകരോട് പറയില്ല, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയില്ല, കുടുംബത്തിനോട് പറയില്ല. അതിങ്ങനെ വന്നിട്ട് പുകഞ്ഞ് നിന്ന് ജീവിതത്തിൽ ഇങ്ങനെ പുകഞ്ഞ് 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 ഒരു അഗ്നിപർവ്വതം പോലെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വബോധം, നമ്മുടെ തന്മയത്വം നഷ്ടപ്പെടുകയും നമ്മൾ അവസാനം പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതിന് ജീവിതം, ഞാൻ വിവാഹ ജീവിതം മാത്രമല്ല പറയുന്നത്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തുടക്കത്തിൽ അതിപ്പോൾ രണ്ടാൾ തമ്മിലുള്ള കലഹം തന്നെ ആവട്ടെ, രണ്ടാൾ തമ്മിലൊരു സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടെങ്കിൽ, അത് ഭാര്യ ഭർത്താവാണെങ്കിലും വേണ്ടില്ല, വേറെ നാട്ടിലുള്ള നമ്മളെ സ്നേഹിതന്മാരുമായിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഒക്കെയാണുമില്ല, ഒരു തുടക്കത്തിൽ നുള്ളിക്കഴിഞ്ഞാൽ പിന്നെ അത് വളരൂല. തുടക്കത്തിൽ നുള്ളാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രയാസം പരിഹരിക്കാതിരുന്നാൽ അതിങ്ങനെ വിങ്ങിപ്പൊട്ടി പോകുന്ന ഒരവസ്ഥ വരും. നിങ്ങൾക്ക് മാനസികമായ വല്ല പ്രയാസമുണ്ടോ? നിങ്ങൾ ഉപ്പനോട് പറയാൻ, ഉമ്മനോട് പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരോടെങ്കിലും പറയൂ നിങ്ങളുടെ മനപ്രയാസം. എന്നിട്ട് ആ കൂട്ടുകാരിൽ നിന്ന് ഒരു സാന്ത്വന വാക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ, അത് തീരും. ഒരു പ്രയാസവും മനുഷ്യന് തീരാത്തതില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആ നിലക്കുള്ള ഒരു സുതാര്യമായ നിലപാട് കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലും നിങ്ങൾ സ്വീകരിക്കണം. ഒരിക്കലും ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു ഇക്കിളിപ്പെടുത്തുന്ന അനുഭവങ്ങളും അതിങ്ങനെ നമ്മൾ വിചാരിച്ച എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എനിക്ക് ഇതോടുകൂടി കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ ഇതോടുകൂടി പരിഹരിക്കും എന്നിങ്ങനെയുള്ള അനാവശ്യമായ പ്രതീക്ഷകളൊന്നും ഇതിലൊരിക്കലും ഉണ്ടായിക്കൂടാ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ
വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ നിലനിർത്താൻ ആവശ്യമായ പടച്ചോൻ നമുക്ക് നിർണയിച്ച ഒരു അത്ഭുതകരമായ ഒരു മാനസിക അവസ്ഥയാണ്. ആ അവസ്ഥ ആ ദീനിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ആ വിവാഹത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്ഥിതിയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരാനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി, ഒരു ഗൗരവത്തോടു കൂടി തൽക്കാലം ഒരു ഭർത്താവ് വരുമ്പോഴുണ്ടാകുന്ന ഒരു സുഖകരമായ ഒരു ഇക്കിളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ സിനിമകളിലും സീഡികളിലും കാണുന്ന അതല്ല വിവാഹം. അത് മറ്റൊരു വസ്തുതയാണ്. അത് ശരീരത്തിൻ്റെ അനാവശ്യമായ വികാര പ്രകടനങ്ങളാണ്. ഒരു ഗൗരവതരമാണ് എന്നതുകൊണ്ട് തന്നെ സ്നേഹവും സമാധാനവും ഒക്കെ. അപ്പം നമ്മളെ വീട് ബൈത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മളെ വീട്ടിലേക്ക് ഒരാൾക്കാർ കയറി ചെല്ലുമ്പോൾ എനിക്ക് എല്ലാവരും എന്നെ ആട്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും എനിക്ക് നിരാശയാണെങ്കിലും എൻ്റെ ഭാര്യ ഉണ്ട്, ഒരു വയസ്സുള്ള ഭാര്യയാണെങ്കിലും അവളെടുത്ത് കാണി ചെന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകും എന്ന് നിങ്ങളുടെ ഭർത്താവിന് തോന്നത്തക്ക ഒരു ഉയരത്തിലേക്ക്, വിശ്വാസപരമായ ഒരു ഉയരത്തിലേക്ക് നിങ്ങൾ എത്തണം. അല്ലാഹു തആല നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.